നമ്മളെ ഒഴിവാക്കാനായിട്ട് ചില ആളുകൾ പ്രയോഗിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് മൗനം എന്ന് പറയുന്നത്, സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ ചോദിക്കുന്നതിനൊന്നും തന്നെ അവർ ആൻസർ തരാൻ തയ്യാറല്ല. ചുരുങ്ങിയ വാക്കുകളിൽ നോ എന്നോ യെസ് എന്നോ അല്ലെങ്കിൽ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ഒരു മെസ്സേജുകൾക്ക് റിപ്ലൈ തരാതിരിക്കുക, ബിസി ആയിട്ട് ആക്ട് ചെയ്യുക. അവർ പോയി കഴിഞ്ഞു, നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അവരെ വളരെയധികം സ്നേഹിച്ച നമ്മളുടെ ഹൃദയം തേങ്ങും എന്നുള്ളതാണ്. നമ്മൾ തേങ്ങി തേങ്ങി കരയും അവരുടെ ഓർമ്മകളിൽ. നിന്നെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്നില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് അകലുന്നു എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മനസ്സിലുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ ഇമോഷൻസിനൊന്നും യാതൊരു പ്രാധാന്യവും, നമ്മുടെ സ്നേഹത്തിനോ യാതൊരു പ്രാധാന്യവും തരാത്തവരായിരുന്നു എന്നുള്ളതാണ്. അവർ തിരിച്ചു വന്നാലും അവരത് തരാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻ്റെയോ നമ്മുടെ സ്നേഹത്തിൻ്റെയോ വില അവർക്ക് അറിയില്ല, വാല്യൂ അറിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷെ നമ്മൾ കുറേ പോയി കഴിയുമ്പോൾ ആയിരിക്കും അവർ വീണ്ടും നമ്മളിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്നത്. പക്ഷെ നമ്മൾക്ക് ആ അവസ്ഥയിൽ ഒന്നും തോന്നില്ല എന്നുള്ളതാണ്. കാരണം അവരോടുള്ള നമ്മുടെ ആ ഇമോഷൻസും സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം തേങ്ങിക്കരഞ്ഞ് കരഞ്ഞ് നമ്മളുടെ മനസ്സ് സ്ട്രോങ് ആയി കഴിഞ്ഞു. ഏത് പരിസ്ഥിതിയെയും നേരിടുന്ന വിധത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളുടെ മനസ്സ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ അവർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അന്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്. അവർ നമ്മളുടെ ആരുമായിരുന്നില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തിരക്കുള്ള പല കാര്യങ്ങളിലും നമ്മൾ എൻഗേജ്ഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്.